ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 1 10ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ താൻസറോ ആരോ വിടുന്ന ഡീമനെ കൊല്ലുന്നിടത്ത് വെച്ചായിരുന്നു നിർത്തിയിരുന്നത്. സോ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോക്കെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കം കാണിക്കുന്നത് നമ്മുടെ താൻസറോ വെട്ടിയ ആ ഡീമന്റെ തല വെട്ടിയിട്ടിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ വെട്ടിയിട്ട ഡീമന്റെ തല പറയുവാണ്, എത്ര ധൈര്യമാണ് ഇനി എന്നെ കൊല്ലാൻ നോക്കുക, എനിക്ക് ഇപ്പോഴും നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ആരോ ഡീമന്റെ ആരോ ശക്തി വെച്ചിട്ട് നമ്മുടെ താൻസറോനെ ആരോ വെച്ച് കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻസറോയെ തൂക്കിയെടുത്ത് ആകാശത്തോട് കൊണ്ടുപോകണം ആ ഡീമൻ. ഇതേ സമയം ആരോ ഡീമൻ മുഴുവനായിട്ട് ഭസ്മമായിട്ട് പോകുകയാണ്. സമയം തന്നെ ആരോ ഡീമൻ താൻസറോനെ മേളിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ താൻസറോ താര അടിച്ചു കെട്ടി വീഴുവാണ്. വാട്ടർ ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്യാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ താൻസറോ താര വീഴുമായിരുന്നു. താൻസറോ മേളിൽ നിന്ന് താര വീണപ്പോൾ താൻസറോയുടെ കയ്യിലുള്ള കട്ടാനയൊക്കെ തെറിച്ചു പോയിട്ടുണ്ടായിരുന്നു. താൻസറോ ആ കട്ടാന എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും താൻസറോയ്ക്ക് പറ്റുന്നില്ല. താൻസറോയുടെ കൈയും ദേഹമൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കുവാണ്. അങ്ങനെ താൻസറോ ആ കട്ടാന കടിച്ചു പിടിച്ചോണ്ട് നേരെ നെസ്കോന്റെ അടുത്തോട്ട് വരും. സമയം നെസ്കോ 6 കൈകളുള്ള ഡീമനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂഷ്രോയും നെസ്കോനെ സഹായിക്കുന്നൊക്കെ. ഇതേ സമയത്തായിരുന്നു യൂഷ്രോയുടെ ടാർഗറ്റ് ചെയ്ത് ഒരു പന്നം കൊണ്ട് വരുന്നത്. യൂഷ്രോയെ ഇപ്പൊ കൊല്ലടാന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ നെസ്കോയെ വന്ന് യൂഷ്രോനെ രക്ഷിക്കുന്നത്. നെസ്കോയുടെ കാല് വെച്ച് തട്ടി ആ പന്ത് അവിടുന്ന് തെറിപ്പിക്കുന്നു. നെസ്കോയ്ക്ക് യൂഷ്രോനെ അവന്റെ കുഞ്ഞനിയനായിട്ടാണ് തോന്നുന്നത്. ഡീമൻ വീണ്ടും വീണ്ടും നെസ്കോയുടെ ദേഹത്തോട്ട് ആ പന്ത് എറിഞ്ഞുകൊണ്ടേ അങ്ങ് ഇരിക്കുകയാണ്. എന്നാൽ നെസ്കോ ആ പന്തെല്ലാം കാലും കൊണ്ട് തട്ടി തെറിപ്പിച്ചുകൊണ്ടിരിക്കും. നെസ്കോ ആ പന്തൊക്കെ സ്പീഡ് അടിച്ച് തെറിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ആ ഡീമൻ വിചാരിക്കുവാണ്, എടാ ഇവക്ക് എങ്ങനെ ഇത്രയും പവർ കിട്ടിയത്. ഇതേ സമയം തന്നെ യൂഷ്രോ തമായോട് ചോദിക്കുവാണ്, നീ അവക്ക് ഏത് മരുന്നാ കൊടുത്തേ, അവിടെ കാല് ഒടിഞ്ഞു പോയതല്ലേ, അവൾക്ക് നല്ല രീതി എനർജി ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് തമായ പറയുവാണ്, നെസ്കോയ്ക്ക് ശരിക്കും ഞാൻ ഹീൽ ചെയ്യുന്ന മരുന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, നെസ്കോയുടെ ശക്തി തന്നെയാണെന്ന് തമായ പറയുന്നു. നെസ്കോയുടെ ഫുൾ ശക്തി എടുത്തിട്ട് ആ പന്തിലോട്ട് ആഞ്ഞൊരു ചവിട്ട് കൊടുക്കുന്നു. ഇത് ആ ഡീമന് താങ്ങാൻ പറ്റത്തില്ല. ആ ഡീമന്റെ സൈഡിൽ കൂടെ പോയി ആ മതിലിടിച്ചു. ആ മതിലോട്ട് ഒരു വലിയ ഓട്ടം തന്നെ ഉണ്ടാവുകയാണ്. ഇത് കണ്ട ആ ഡീമൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുവാണ്. ഒത്തിരി ശക്തി ഉണ്ടല്ലോ, നിന്നെ ഞാനിപ്പോ കൊല്ലുവടി എന്ന് പറഞ്ഞിട്ട് ആ ഡീമന്റെ കയ്യിലുള്ള എല്ലാ ബോളും ഒന്നിച്ച് നെസ്കോയുടെ അടുത്തോട്ട് എറിയാൻ ശ്രമിക്കുന്നു. അതേസമയം തന്നെ താമായോ ഇടയിലോട്ട് വന്നിട്ട് ആ ഡീമനോട് ചോദിക്കും, നിനക്ക് മൂസാനെ കുറിച്ച് എന്തൊക്കെ അറിയാമെന്ന്. ഇത് കേട്ട് ആ ഡീമൻ പറയുന്നുണ്ട്, നീ അത് ചോദിച്ച ഉടനെ ഞാനത് പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ. ഞാനത് പറയത്തില്ല. വീണ്ടും താമായോ ചോദിക്കുന്നുണ്ട്, മൂസാൻ എപ്പോഴെങ്കിലും എല്ലാ ഡീമൻസിനെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടോ. ഒരിക്കലും മൂസാൻ അങ്ങനെ വിളിച്ചു കാണത്തില്ല, കാരണം അവിടെ ഉള്ള എല്ലാ ഡീമൻസും കൂടെ ചേർന്ന് ആ മൂസാനെ കൊല്ലും. ഇത് കേട്ട ആ ഡീമൻ പറയുന്നുണ്ട്, ഒരിക്കലുമില്ല, അവന് ഭയങ്കര ശക്തിയുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ഡീമനും അവനെ കൊല്ലാൻ സാധിക്കത്തില്ല. മൂസാൻ വളരെയധികം സ്മാർട്ട് ആണെന്നും ആ ഡീമൻ പറയുന്നു. ഇത് കേട്ട ആ ഡീമൻ തന്നെ അങ്ങ് വാവൊത്തുവാണ്. അയ്യോ ഞാനത് പറഞ്ഞു, അയ്യോ ഞാനത് അറിയാതെ പറഞ്ഞ എന്നൊക്കെ പറഞ്ഞോണ്ട് ആ ഡീമൻ തന്നെ അങ്ങ് വാവൊത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം എന്ന് വെച്ചാൽ താമായോയുടെ കൈയൊക്കെ മുറിച്ചിട്ട് അവിടെ രക്തം മൊത്തം സ്പ്രെഡ് ചെയ്യുവാണ്. ആ രക്തത്തിന്റെ സ്മെല്ലൊക്കെ വെച്ചുകൊണ്ടാണ് ആ ഡീമൻ ഇപ്പൊ സത്യമെല്ലാം വിളിച്ചു പറഞ്ഞത്. നമ്മുടെ താമായോ അവളുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് അവളെ കൊണ്ട് സത്യമെല്ലാം പറയിപ്പിച്ചു. അങ്ങനെ ആ ഡീമന്റെ ശരീരമെല്ലാം വീഴ്ത്തോണ്ടിരിക്കുകയാണ്. ആ ഡീമന്റെ ശരീരമൊക്കെ ഒരു റെഡ് കളർ ആവുന്നു. അന്നേരം ആ ഡീമൻ പറയുവാണ്, സോറി ഞാൻ അറിയാതെ പറഞ്ഞു, എന്നോട് ക്ഷമിക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഡീമന്റെ ഉള്ളിൽ നിന്ന് കുറെ കൈകളൊക്കെ വന്നിട്ട് ആ ഡീമനെ വളരെ ക്രൂരമായിട്ട് അങ്ങ് കൊല്ലുവാണ്. ഇത് മൂസാന്റെ കേഴ്സ് വന്നിട്ടാണ് ആ ഡീമനെ കൊന്നത്. ഈ കേഴ്സ് റിമൂവ് ചെയ്യുന്ന കാര്യമാണ് നേരത്തെ താൻസറോയോട് തമായോ പറഞ്ഞത്. ആ ഡീമനെ വളരെ ക്രൂരമായിട്ട് കേഴ്സ് കൊല്ലുന്നത് കണ്ടുകൊണ്ട് എല്ലാരും ഒന്ന് ഞെട്ടി നിൽക്കുവാണ്. തമായോ ആ ഡീമന്റെ കണ്ണ് കണ്ടുകൊണ്ട് പറയുന്നുണ്ട്, ഈ ഡീമൻ ഒരിക്കലും മൂസാന്റെ 12 സിസിക്ക് പെടുന്ന ഡീമൻ അല്ല. കാരണം 12 സിസിക്കലുള്ള ഡീമൻസിന്റെ കണ്ണിൽ ഒരു തരത്തിലുള്ള ഒരു മാർക്കുണ്ട്. ആ മാർക്ക് ഈ ഡീമൻ ഇല്ല. സോ ഇത് 12 സിസിക്കിൽ പെടുന്ന ഡീമൻ അല്ലെന്ന് നമ്മുടെ തമായോ പറയുന്നുണ്ട്. തമായോ ആ ഡീമന്റെ ബ്ലഡിന്റെ സാമ്പിൾ എടുക്കുവാണ്. യൂഷ്രോ ഓടി വന്നിട്ട് താൻസറോയുടെ മുഖം അങ്ങ് പൊത്തുവാണ്. യൂഷ്രോ താൻസറോട് പറയുവാണ്, ഈ സ്മെല്ല് മനുഷ്യരെ സൃഷ്ടിക്കുന്നത് അത്രയ്ക്ക് നല്ലതായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ സമയം രാവിലെയൊക്കെ ആവാറായി. താൻസറോ ആ മരിച്ചു കിടക്കുന്ന ഡീമന്റെ അടുത്തോട്ട് പോകുന്നു. അവിടുന്ന് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒരു കൊച്ചുകുട്ടിയുടെ സൗണ്ടാണ്. ബാ നമുക്ക് കളിക്കാം, ആ ബോളൊന്നും എനിക്ക് എടുത്തു തരുമോ, നമുക്ക് ഒന്നിച്ച് കളിക്കാം എന്നൊക്കെ പറഞ്ഞാണ് ആ ഡീമന്റെ അടുത്ത് വന്ന് ആ സൗണ്ട് കേൾക്കുന്നത്. ആ ഡീമൻ ഒരു കൊച്ചുകുട്ടിയായിരുന്നു. ആ കൊച്ചുകുട്ടിയാണ് നമ്മുടെ മൂസാൻ ഒരു ഡീമനാക്കി മാറ്റിയത്. ഇതൊക്കെ കണ്ടിട്ട് താൻസറോയ്ക്ക് നല്ല രീതിയിൽ വിഷമം വരുന്നുണ്ട്. ഇത് കണ്ട് താൻസറോ പറയുന്നുണ്ട്, ഹേ മൂസാൻ, നീ എന്ത് ക്രൂരനാണ്, നിന്റെ കൂട്ടുകാളികളെ തന്നെ നീ എന്ത് ക്രൂരമായിട്ടാണ് കൊല്ലുന്നത്, നിന്നെ ഉറപ്പായിട്ട് ഞാൻ ഒരു ദിവസം കൊന്നിരിക്കുമെന്ന് പറയാണ് നമ്മുടെ താൻസറോ. അങ്ങനെ താൻസറോ ആ വീടിന്റെ അതിലോട്ട് കയറി ചെല്ലുന്നു. അവിടെ നെസ്കോ ഉണ്ടായിരുന്നു. നെസ്കോയെ കണ്ടുടനെ തന്നെ താൻസറോ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. അതേസമയം തന്നെ നെസ്കോ ഓടിപ്പോയിട്ട് തമായോയെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. ഇത് കണ്ട് തമായോ പറയാണ്, ഒരു ഡീമൻ മറ്റൊരു ഡീമനെ കെട്ടിപ്പിടിക്കുമോ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് നമ്മുടെ തമായോ പറയുകയാണ്. താൻസറോ പറയുന്നുണ്ട്, നിങ്ങളെ ശരിക്കും അവളൊരു ഡീമനായിട്ടല്ല കാണുന്നത്, അവളുടെ സഹോദരങ്ങളായിട്ടാണ് നിങ്ങളെ കാണുന്നത് എന്ന് താൻസറോ അവരോട് പറയുവാണ്. പക്ഷെ ഇതൊന്നും നമ്മുടെ യൂഷ്രോയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ യൂഷ്രോ ആലോചിക്കുവാണ്, അവൻ ഡീമൻ ആവുന്നതിന് മുമ്പ് നമ്മുടെ തമായോ അവനെ ചികിത്സിച്ചുകൊണ്ടിരുന്നതൊക്കെ അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നെസ്കോയുടെ സ്നേഹം കണ്ടുകൊണ്ട് തമായോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തമായോ താൻസറോട് ചോദിക്കുന്നു, നിനക്ക് നെസ്കോ ഇവിടെ നിർത്തിക്കൂടെ, ഞങ്ങൾ ഡീമൻസ് ആണ്, നെസ്കോ ഡീമനാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല, നിനക്ക് ഇവിടെ നിർത്തിക്കൂടെ, അതുകൊണ്ട് തന്നെ നിനക്ക് ഫൈറ്റിന് എന്തെങ്കിലും പോകാൻ നേരത്ത് നെസ്കോയുടെ ശല്യം അവിടെ കാണത്തില്ല. താൻസറോ പറയുന്നുണ്ട്, അവൾ എനിക്കൊരു ശല്യമൊന്നുമല്ല, അവൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ, അതുകൊണ്ട് തന്നെ അവൾ എൻ്റെ കൂടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയുവാണ് നമ്മുടെ തമായോ പറയുവാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് മാറി താമസിക്കാൻ പോവാണ്, കാരണം മൂസാൻ ഇപ്പോൾ മനസ്സിലായി ഞങ്ങൾ ഇവിടെ നിന്നാണ് താമസിക്കുന്നതെന്ന്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കാൻ പോവാണ് നമ്മുടെ തമായോ പറയുവാണ്. അങ്ങനെ താൻസറോ
നെസ്കോയും എല്ലാവരോടും ടാറ്റ ബബയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ ടാൻസറോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ആ ടാൻസറോടെ കാക്ക വരുന്നത്. അങ്ങനെ കാക്ക പറയുവാണ് നോർത്ത് ഈസ്റ്റിലോട്ട് പോകും, അടുത്ത അസൈൻമെന്റ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒച്ച വെച്ചോണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ടാൻസറോ പറയുവാണ് ആ പോവാ നീ ഒന്ന് നിൽക്കുക എന്നൊക്കെ പറയുവാണ് നമ്മുടെ ടാൻസറോ. ഇതേ സമയമാണ് നമ്മുടെ ടാൻസറോ ഒരു കാഴ്ച കാണുന്നത്. ഒരു പെൺകുട്ടിയുടെ കാല് പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജെനിത്സു ആ പെൺകുട്ടിയോട് പറയുവാണ് എന്നെ കല്യാണം കഴിക്കണം, നീ എന്നെ കല്യാണം കഴിക്കണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ വെച്ചാണ് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 1 അതിലെ 10ാമത്തെ എപ്പിസോഡ് തീരുന്നത്. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, അങ്ങനെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. സോ അടുത്ത എപ്പിസോഡ് വരാം. ബൈ.